ഈശോയുടെയും യൂദാസ് ജെയിംസ് എന്നിവരുടെയും അധ്യാപികയായ മേരി. ഈശോ പറയുന്നു, കൊച്ചു ജോണെ, വന്നു കാണുക. നിന്നെ നയിക്കുന്ന എൻ്റെ കരങ്ങൾ നിന്നെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ബാല്യകാലത്തേക്ക് വീണ്ടും വരൂ. നീ ഇപ്പോൾ കാണുന്നത് എൻ്റെ ബാല്യകാല സുവിശേഷത്തിൻ്റെ കൂടെ ചേർക്കണം. ഈജിപ്തിലെ ഞങ്ങളുടെ ജീവിതവും അതിൽ തന്നെ ചേർക്കണം. ഞാൻ പറയുന്ന ഈ ക്രമത്തിൽ അവ ഉൾപ്പെടുത്തണം. കുടുംബം ഈജിപ്തിൽ. ജോലി ചെയ്യാനുള്ള ആദ്യ പാഠം ഈശോയെ പഠിപ്പിക്കുന്നു. പിന്നെ ഇപ്പോൾ നീ കാണാൻ പോകുന്ന കാര്യം, എനിക്ക് പ്രായമെത്തിയ രംഗം. ഇന്ന് അതിനുറപ്പ് നൽകുന്നു. നവംബർ 25. അവസാനമായി ഈശോ 12ാമത്തെ വയസ്സിൽ പെസഹ തിരുനാളിൽ ദേവാലയത്തിലെ പണ്ഡിതന്മാരോട് കൂടെ. ഇപ്പോൾ നീ കാണുവാൻ പോകുന്നത് കാരണം കൂടാതെയല്ല നിന്നെ കാണിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്തെ സംഭവങ്ങളുടെ വിശദാംശങ്ങളും പ്രത്യേകിച്ച് എൻ്റെ ബന്ധുക്കളുടെ ഇടയിലെ പ്രവർത്തന രീതികളും മനസ്സിലാക്കുന്നതിനാണ്. ഇത് നിനക്കൊരു സമ്മാനമാണ്, എൻ്റെ രാജ്യത്വത്തിൻ്റെ തിരുനാൾ സമ്മാനം. നസ്രസിലെ ഭവനത്തിൻ്റെ സമാധാനം നിന്നിലേക്ക് പ്രവഹിപ്പിക്കുന്ന സമ്മാനം. എഴുതുക. അവർ സാധാരണയായി ഭക്ഷണം കഴിക്കുന്ന മുറി ഞാൻ കാണുന്നു. മേരി നെയ്ത്തും തയ്യലും നടത്തുന്നത് ആ മുറിയിലാണ്. ഈ മുറി ജോസഫിൻ്റെ പണിപ്പുരക്കടുത്താണ്. അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. മുറിയിലാവട്ടെ നിശബ്ദതയാണ്. മേരി സ്വയം നെയ്തെടുത്ത കമ്പിളി കഷ്ണങ്ങൾ കൂട്ടി തുന്നുകയാണ്. 1.5 മീറ്റർ വീതിയും അതിൻ്റെ ഇരട്ടി നീളവുമുള്ള തുണികൾ. ജോസഫിനൊരു പുറംകുപ്പായം തുന്നാനാണെന്ന് എനിക്ക് തോന്നുന്നു. അടുക്കളത്തോട്ടത്തിലേക്ക് തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഡെയ്സി നിരകൾ കാണാം. വയലറ്റ് കലർന്ന നീല നിറമുള്ള അവയെ മാരീസ് എന്നും നക്ഷത്രമുള്ള ആകാശമെന്നും സാധാരണ വിളിക്കാറുണ്ട്. സസ്യശാസ്ത്രത്തിൽ അവയ്ക്ക് എന്തു പേരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവയെല്ലാം നിറയെ പൂക്കളുമായി നിൽക്കുന്നു. അതിനാൽ ഇത് ഗ്രീഷ്മകാലമാണെന്ന് തോന്നുന്നു. എങ്കിലും പൊതുവെ നല്ല പച്ച നിറമാണുള്ളത്. ചെടികൾ നല്ല പച്ചനിറം കലർന്ന് മനോഹരമായിരിക്കുന്നു. വെയിലടിക്കുന്ന ഒരു ഭിത്തിയിലേക്ക് ചരിഞ്ഞിരിക്കുന്ന 2 തേനീച്ച കൂടുകളിൽ തേനീച്ചകൾ മൂളിപ്പാട്ട് പാടുന്നു, വെയിലിൽ നൃത്തം ചെയ്യുന്നു. അത്തിമരത്തിൽ നിന്ന് മുന്തിരിയിലേക്കും അവിടെ നിന്ന് മാതളനാരകത്തിലേക്കും പറക്കുന്നു. മാതളനാരകം നിറയെ ഉരുണ്ട കായ്കളാണ്. വിളഞ്ഞു വീണ്ട പഴങ്ങൾ അവയുടെ ഉള്ളിലെ ചുവന്ന രത്നങ്ങൾ നിരനിരയായി കോർത്തു വെച്ചിരിക്കുന്നത് കാണിക്കുന്നു. പച്ചയും ചുവപ്പും കലർന്ന പേടകത്തിനുള്ളിൽ മഞ്ഞ നിറത്തിലുള്ള കള്ളികൾ തിരിച്ചിരിക്കുന്നത് കാണാം. വൃക്ഷത്തണലിൽ ഈശോ സമപ്രായക്കാരായ 2 കുട്ടികളുമൊത്ത് കളിക്കുന്നു. അവർക്ക് ചുരുണ്ട മുടിയാണുള്ളത്, എന്നാൽ സ്വർണ്ണ നിറമില്ല. ഒരു കുട്ടിയുടെ മുടി വളരെ കറുത്തതാണ്. ആ കറുപ്പ് നിറം നിമിത്തം അവൻ്റെ ശരീരം കുറെ കൂടി വെളുത്തതാണെന്ന് തോന്നിക്കുന്നു. അവൻ്റെ കണ്ണുകൾക്ക് നീലയും വയലറ്റും കലർന്ന നിറം. വിടർത്തി നോക്കുന്ന മനോഹരമായ 2 വലിയ കണ്ണുകൾ. മറ്റേ ബാലൻ്റെ മുടി അത്ര ചുരുണ്ടതല്ല, കടുത്ത തവിട്ട് നിറം. അവൻ്റെ കണ്ണുകൾക്കും തവിട്ട് നിറമാണ്. ശരീരത്തിന് ഇരുണ്ട നിറം. കവിൾത്തടങ്ങളിൽ റോസ് നിറമുണ്ട്. സ്വർണ്ണ നിറമുള്ള മുടി നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ശിരസ് ഒരു പ്രകാശധാര പോലെയുണ്ട്. 3 പേരും വളരെ യോജിപ്പോടെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. പലതരം സാധനങ്ങളാണ് വണ്ടികളിലുള്ളതും. ഇലകൾ, ചെറിയ കല്ലുകൾ, മരച്ചീളുകൾ, ചെറിയ തടിക്കഷ്ണങ്ങൾ എന്നിങ്ങനെ അവർ കച്ചവടക്കാരായി കളിക്കുകയാണ്. വാങ്ങുന്ന ആൾ ഈശോ. ഈശോ അമ്മയ്ക്ക് കൊടുക്കാൻ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവ അമ്മയുടെ പക്കൽ കൊണ്ടു കൊടുക്കുന്നു. മേരി പുഞ്ചിരിയോടെ വാങ്ങിയ സാധനങ്ങളെല്ലാം സ്വീകരിക്കുന്നു. സ്വല്പം കഴിയുമ്പോൾ കളി മാറുന്നു. 2 കുട്ടികളിൽ ഒരാൾ പറയുന്നു, ഇനി നമുക്ക് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് കളിക്കാം. ഈശോ മോശയായിരിക്കും, ഞാൻ അഹറോൻ, നീ മേരി. ഞാൻ ഒരു ആൺകുട്ടിയാണ്, അത് സാരമില്ല, അങ്ങനെ തന്നെ. നീ മേരിയാണ്. നീ സ്വർണ്ണക്കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്യണം. സ്വർണ്ണക്കാളക്കുട്ടി അവിടെയുള്ള ആ തേനീച്ച കൂടാണ്. ഞാൻ നൃത്തം ചെയ്യുകയില്ല, ഞാനൊരു പുരുഷനാണ്. ഒരു സ്ത്രീയാകാൻ എനിക്കിഷ്ടമില്ല. ഞാൻ വിശ്വസ്തനായ ഒരു ദൈവവിശ്വാസിയാണ്. ഒരു വിഗ്രഹത്തിന് മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യുകയില്ല. ഈശോ ഇടക്ക് കയറി പറയുന്നു, ആ ഭാഗം നമുക്ക് കളിക്കണ്ട, മറ്റേ ഭാഗം കളിക്കാം. ജോഷയെ മോശയുടെ പിൻഗാമിയാക്കുന്ന ഭാഗം. അപ്പോൾ വിഗ്രഹാരാധന എന്ന മഹാപാപം ഉണ്ടാവുകയില്ല. യൂദ ഒരു പുരുഷനായിരിക്കും, എൻ്റെ പിൻഗാമിയും. നിനക്ക് സന്തോഷമായില്ലേ? അതെ, എനിക്ക് സന്തോഷമായി. എന്നാൽ ഈശോ, കുറേ കഴിയുമ്പോൾ മോശമായിരിക്കുമല്ലോ. നീ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. എല്ലാവരും മരിക്കും, പക്ഷേ മരിക്കുന്നതിന് മുൻപ് ഞാൻ ഇസ്രയേലിനെ അനുഗ്രഹിക്കും. എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ളത് നിങ്ങൾ മാത്രമായതുകൊണ്ട് നിങ്ങൾ വഴി ഇസ്രയേൽ ജനത്തെ മുഴുവനുമാണ് അനുഗ്രഹിക്കുന്നത്. അവർ സമ്മതിച്ചു. എന്നാൽ
ഉടനെ ഒരു തർക്കം. ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വളരെ ദൂരെ യാത്ര കഴിഞ്ഞിട്ടും അവർ ആദ്യം പുറപ്പെട്ടപ്പോഴുണ്ടായിരുന്ന വണ്ടികൾ തന്നെയാണോ ഉണ്ടായിരുന്നത്? അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. അവർ മേരിയുടെ പക്കൽ പോകുന്നു. അമ്മേ, ഞാൻ പറയുന്നു ഇസ്രയേൽ ജനത്തിന് ആ വണ്ടി തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന്. ജെയിംസ് പറയുന്നു അല്ല എന്ന്. ആരുടേതാണ് ശരിയെന്ന് അറിഞ്ഞുകൂടാ എന്ന് യൂദാ പറയുന്നു. അമ്മയ്ക്കറിയാമോ? അറിയാം മോനെ. സഞ്ചാരികളായ അവർക്ക് ആ വണ്ടികൾ തന്നെ ഉണ്ടായിരുന്നു. വിശ്രമത്തിനായി യാത്ര നിർത്തിയ അവസരത്തിൽ അവർ വണ്ടികളുടെ കേടുപാടുകൾ തീർക്കുമായിരുന്നു. ക്ഷീണമുള്ളവരും അവശരും വണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്. അതുപോലെ ഭക്ഷണ സാധനങ്ങളും ഇത്രയധികം ജനങ്ങൾക്ക് ആവശ്യമായ മറ്റു സാമഗ്രികളും വണ്ടികളിലാണ് കൊണ്ടുപോയിരുന്നത്. പേടകം മാത്രം അവർ കയ്യിൽ വഹിച്ചു. ബാക്കിയെല്ലാം വണ്ടിയിൽ കൊണ്ടുപോയി. പ്രശ്നം തീർന്നു. 3 പേരും കൂടി വൃക്ഷത്തോപ്പിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോയി. അവിടെ നിന്നും സങ്കീർത്തനങ്ങളും പാടിക്കൊണ്ട് വീടിനടുത്തേക്ക് വരികയാണ്. ഈശോയുടെ മുമ്പിൽ വെള്ളി പോലെ തെളിമയുള്ള നേരിയ സ്വരത്തിൽ സങ്കീർത്തനങ്ങൾ പാടുന്നു. പിൻപിൽ യൂദാസും ജെയിംസും കൂടി ഒരു ചെറിയ വണ്ടി വഹിച്ചു കൊണ്ടുവരുന്നു. അതാണ് പേടകം. അഹറോൻ്റെയും ജോഷയുടെയും ജനങ്ങളുടെയും ഭാഗം അവർ കളിക്കണമല്ലോ. അതിനായി തങ്ങളുടെ ബെൽറ്റ് കൊണ്ട് വേറെ ചെറിയ ചെറിയ വണ്ടികൾ കാലിൽ കെട്ടി മന്ദം വളരെ ഗൗരവത്തോടെ അവർ നീങ്ങുന്നു. മുന്തിരിപ്പന്തൽ പിന്നിട്ട് അവർ മേരിയുടെ മുറിയുടെ വാതിലിന് മുന്നിലൂടെ കടക്കാൻ പോകുന്നു. ഈശോ വന്ന അമ്മയോട് പറയുന്നു, പേടകം കടന്നു പോകുമ്പോൾ അതിനെ വാഴ്ത്തണം. മേരി എഴുന്നേറ്റ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈശോയെ തലകുനിച്ച് വണങ്ങുന്നു. ഈശോ സൂര്യപ്രകാശത്തിൽ പ്രഭാവൃതനായാണ് മുന്നോട്ട് പോകുന്നത്. തോട്ടത്തിൻ്റെ അതിർത്തിയിലുള്ള മലഞ്ചെരിവിലേക്ക് പിടിച്ചു കയറി ഗുഹയുടെ മുകൾ ഭാഗത്തു നിന്നുകൊണ്ട് ഈശോ ഇസ്രയേലിനോട് പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളും വാഗ്ദാനങ്ങളും ആവർത്തിച്ചു പറയുന്നു. ജോഷയെ ജനങ്ങളുടെ നേതാവായി നിയോഗിക്കുന്നു. ജോഷയെ വിളിക്കുന്നു. അപ്പോൾ യൂദായും മുകളിലേക്ക് കയറി ചെല്ലുന്നു. ജോഷയെ ധൈര്യപ്പെടുത്തി അനുഗ്രഹം കൊടുക്കുന്നു. അനന്തരം ഒരു കൽപ്പലക ചോദിക്കുന്നു. ഒരു വലിയ ഇലയെടുത്ത് അതിന്മേൽ ഒരു സ്തോത്രഗീതം എഴുതുന്നു. പിന്നീട് അത് വായിക്കുന്നു. മൂശയുടെ സ്തുതിപ്പ് മുഴുവനുമില്ല, ഭൂരിഭാഗവുമുണ്ട്. അത് ഇലയിൽ നോക്കി വായിക്കുന്നു. അനന്തരം ജോഷുവയെ പറഞ്ഞേക്കുന്നു. ജോഷു മോശയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് യാത്ര പറയുന്നു. മോശ കുറെ കൂടെ ഉയരത്തിലേക്ക് കയറി കുന്നിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനെ വീണ്ടും അനുഗ്രഹിക്കുന്നു. യൂദായും ജെയിംസും താഴെ സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കുന്നു. മോശ പുല്ലിൽ കിടന്ന് കണ്ണടയ്ക്കുന്നു, മരിക്കുന്നു. വാതിൽ പടിയിൽ നിന്നും പുഞ്ചിരിയോടെ ഇതെല്ലാം സൂക്ഷിച്ചു കൊണ്ടിരുന്ന മേരി ഉച്ചത്തിൽ പറയുന്നു, ഈശോ ഈശോ എഴുന്നേൽക്കുന്നു. അങ്ങനെ അവിടെ കിടക്കേണ്ട, നീ മരിച്ചു കാണാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. ജെയിംസും യൂദാസും കൂടെ വന്ന് മേരി അവരെയും ആലിംഗനം ചെയ്യുന്നു. ജെയിംസ് ചോദിക്കുന്നു, ആ സ്തുതിപ്പ് എത്ര നീണ്ടതും പ്രയാസമുള്ളതുമാണ്. ഈശോ അതങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. മേരി പുഞ്ചിരിയോടെ പറയുന്നു, അവന് നല്ല ഓർമ്മശക്തിയുണ്ട്. ഞാൻ വായിക്കുമ്പോൾ അവൻ വളരെ ശ്രദ്ധിച്ചത് കേൾക്കുന്നു. സ്കൂളിൽ വെച്ച് ഞാനും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ബഹളത്തിനിടയിൽ എനിക്ക് ഉറക്കം വരും. ഞാനതൊരിക്കലും പഠിക്കയില്ലേ? നീ പഠിക്കും, നല്ല കുട്ടിയായിരിക്കൂ. വാതിൽക്കൽ ആരോ മുട്ടുന്നു. ജോസഫ് മുറ്റത്ത് നിന്ന് വേഗത്തിൽ വന്ന് അകത്തേക്ക് കയറി വാതിൽ തുറക്കുന്നു. അൽഫേസേ, മേരി, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്കും സമാധാനം, അനുഗ്രഹങ്ങളും. ജോസഫിൻ്റെ സഹോദരനും ഭാര്യയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരു നാടൻ വണ്ടിയിൽ. നല്ല പുഷ്ടിയുള്ള ഒരു കഴുത വലിക്കുന്ന വണ്ടി പുറത്ത് റോഡിൽ നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ യാത്ര സുഖമായിരുന്നോ? സുഖമായിരുന്നു കുട്ടികൾ. അവർ മേരിയുടെ കൂടെ തോട്ടത്തിലാണ്. എന്നാൽ കുട്ടികൾ അവരുടെ അമ്മയെ കണ്ട് ഓടി വന്നു കഴിഞ്ഞു. മേരി ഈശോയെ കൈക്ക് പിടിച്ച് കൊണ്ടുവരുന്നു. ജ്യേഷ്ഠത്തെയും അനുജത്തെയും പരസ്പരം ആലിംഗനം ചെയ്യുന്നു. ഇവർ നല്ല കുട്ടികളായിരുന്നു, വളരെ നല്ല കുട്ടികൾ, വളരെ സ്നേഹമുള്ളവർ. ബന്ധുക്കളെല്ലാം സുഖമായിരിക്കുന്നു. അവരെല്ലാം അന്വേഷണം പറഞ്ഞിരിക്കുന്നു. കാനായിൽ നിന്ന് ധാരാളം സാധനങ്ങളും തന്നയിച്ചിട്ടുണ്ട്. മുന്തിരി, ആപ്പിൾ, ചീസ്, മുട്ട, തേൻ. പിന്നെ ജോസഫെ, ഈശോയ്ക്ക് വേണ്ടി ജോസഫ് ആഗ്രഹം കാണിച്ച സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. അത് വണ്ടിയിലുണ്ട്, ഒരു ഉരുണ്ട കൂടയിൽ. അൽഫേസിൻ്റെ ഭാര്യ പുഞ്ചിരി തൂകുന്നു. ഈശോ 2 കണ്ണും ഇഴിച്ച് അവളെ നോക്കി നിൽക്കുന്നു.
അവൾ കുനിഞ്ഞ് ആ നീലാകാശ കഷ്ണങ്ങളെ, ആ നീലക്കണ്ണുകളെ ചുംബിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈശോയ്ക്ക് തരാൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് പറയാമോ? ഊഹിച്ചു പറയാമോ? ഈശോ ആലോചിക്കുന്നു, എന്നാൽ പിടികിട്ടുന്നില്ല. തനിക്ക് അത്ഭുതം നിറഞ്ഞ സന്തോഷം നൽകാൻ ജോസഫിന് അവസരമാവട്ടെ എന്ന് കരുതി ഈശോ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം. ജോസഫ് വൃത്താകൃതിയിലുള്ള ഒരു വലിയ കൂടയുമായി വരുന്നു. ആ കൂട ഈശോയുടെ മുൻപിൽ വെച്ച് മൂടിക്കെട്ടിയിരിക്കുന്ന കയറഴിച്ച് കൂട തുറക്കുന്നു. ഒരു ചെറിയ ആട്ടിൻകുട്ടി, പഞ്ഞിക്കെട്ട് പോലെ, വെള്ളപ്പത പോലെ വെളുത്ത ഒരാട്ടിൻകുട്ടി അതിനുള്ളിൽ വൈക്കോലിന്മേൽ സുഖമായി ഉറങ്ങുന്നു. ഈശോ അത്ഭുതത്തോടെ ഓ എന്നു പറഞ്ഞ് സന്തോഷപൂർവ്വം അതിനെ തൊടാനൊരുങ്ങുന്നു. എന്നാൽ അടുത്ത ക്ഷണത്തിൽ തിരിഞ്ഞ് ജോസഫിൻ്റെ പക്കലേക്ക് ഓടിച്ചെന്ന് ചുംബിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ജോസഫ് കൂടയ്ക്ക് മുകളിലേക്ക് കുനിഞ്ഞു നിൽക്കുകയാണ്. ഈശോയുടെ സഹോദരന്മാർ രണ്ടുപേരും അത്ഭുതത്തോടെ ആട്ടിൻകുട്ടിയെ നോക്കി നിൽക്കുന്നു. ആട്ടിൻകുട്ടി ഉണർന്ന് റോസ് നിറമുള്ള ചെറിയ തലയുയർത്തി തള്ളയെ അന്വേഷിച്ച് കരയുകയാണ്. അവർ കൂടയിൽ നിന്നും വെളിയിലെടുത്ത് അതിന് ഒരു പിടി ക്ലോവർ കൊടുക്കുന്നു. അത് പുല്ല് തിന്നുന്നു. അതിനിടയിൽ ശാന്തമായ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കുന്നു. ഈശോ പിന്നെയും പറയുന്നു, എനിക്കാണോ? ഒത്തിരി നന്ദി അപ്പാ. നിനക്ക് അതിനെ വളരെ ഇഷ്ടമാണോ? ഓ, വളരെ ഇഷ്ടം. വെള്ള, നല്ല വൃത്തി, ഒരു കുഞ്ഞാട്ടിൻകുട്ടി. ഓ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കൈകൾ ആട്ടിൻകുഞ്ഞിൻ്റെ കഴുത്തിലിട്ട് സ്വർണ്ണ നിറമുള്ള തൻ്റെ ശിരസ് ആടിൻ്റെ തലയോട് ചേർത്ത് വെച്ച് സന്തോഷഭരിതനായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്കായി ഞാൻ 2 കൊണ്ടുവന്നിട്ടുണ്ട്, അൽഫേസ് മക്കളോട് പറഞ്ഞു. എന്നാൽ അവ കറുത്തതാണ്. നിങ്ങൾക്ക് ഈശോയെപ്പോലെ വൃത്തിയില്ല. അതിനാൽ നിങ്ങളുടെ ആട്ടിൻകുട്ടികൾ വെളുത്തതായാൽ ഒരിക്കലും ശുചിത്വം തോന്നിക്കുകയില്ല. നിങ്ങളുടെ ആട്ടിൻപറ്റമാണിത്. 2 ഒരുമിച്ച് കൊണ്ട് നടന്നുകൊള്ളുക. ഇനി നിങ്ങൾ വഴിയിലിറങ്ങി തിരഞ്ഞു നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് വലിച്ചെറിയുകയും ചെയ്യുകയില്ലല്ലോ, വികൃതി കുട്ടികൾ. കുട്ടികൾ 2 ഓടിച്ചെന്ന് വണ്ടിയിലുള്ള 2 ആട്ടിൻകുട്ടികളെ നോക്കുന്നു. വെളുപ്പിനേക്കാൾ കറുപ്പ് നിറത്തോടാണ് അവയ്ക്ക് സാമ്യം. ഈശോ തൻ്റെ ആടിനെയും കൊണ്ട് നിന്നിരുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അവൻ അതിനെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. ആട്ടിൻകുട്ടി വളരെ സ്നേഹത്തോടെ പുറകെ നടക്കുന്നു. എല്ലായ്പ്പോഴും ഈശോയെ അറിഞ്ഞിരുന്നതുപോലെ ഈശോ അതിനെ വിളിക്കുന്നു. അതിന് സ്നോ എന്ന് പേര് വിളിക്കുന്നു. ആട്ടിൻകുഞ്ഞ് സന്തോഷോധികമായ ശബ്ദം കൊണ്ട് മറുപടി പറയുന്നു. അതിഥികൾ ഭക്ഷണത്തിനിരിക്കുന്നു. മേരി അവർക്ക് റൊട്ടി, ഒലിവ്, ചീസ് എന്നിവ നൽകുന്നു. ഒരു ജഗ്ഗിൽ ഫ്രൂട്ട്സ് ജ്യൂസ്, സൈഡർ ആണോ തേൻവെള്ളമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നേരിയ നിറത്തിലുള്ള ഒരു പാനീയം വെച്ചിട്ടുണ്ട്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികൾ 3 ഒത്തുകൂടി തങ്ങളുടെ ഓമന മൃഗങ്ങളുമായി കളിക്കുന്നു. ഈശോ അവരെയും വിളിച്ചതാണ്, മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാനും പേരിടാനും വേണ്ടി. യൂദാസേ, നിൻ്റേതിൻ്റെ പേര് നക്ഷത്രം, സ്റ്റാർ എന്നായിരിക്കും. കാരണം അതിൻ്റെ നെറ്റിക്ക് ഒരു പൊട്ടുണ്ട്. ജെയിംസിൻ്റെ ആട്ടിൻകുട്ടിയുടെ പേര് ജ്വാല, ഫ്ലെയിം. കാരണം അതിന് വാടിയ ഹീതറിൻ്റെ ജ്വലിക്കുന്ന നിറമാണ്. സമ്മതിച്ചിരിക്കുന്നു. മുതിർന്നവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അൽഫേസ് പറയുന്നു, എനിക്ക് തോന്നുന്നു കുട്ടികളുടെ വഴക്കിന് ഒരു പരിഹാരമായെന്ന്. ജോസഫിൻ്റെ ആഗ്രഹം അറിഞ്ഞതിൽ നിന്നാണ് എനിക്ക് ഈ ആശയം കിട്ടിയത്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എൻ്റെ സഹോദരൻ ഈശോയ്ക്ക് വേണ്ടി ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞതും ഈശോയ്ക്ക് കളിക്കാൻ കൊടുക്കാനായിട്ടാണ്. ഞാൻ എൻ്റെ വികൃത കുട്ടികൾക്ക് വേണ്ടിയും 2 കൊണ്ടുവരും. അപ്പോൾ 2 പേർക്കും ശാന്തതയുണ്ടാകും. തലയും മുട്ടും പൊട്ടിച്ച് കൊണ്ടുവരികയില്ല. അയൽക്കാരുമായുള്ള തർക്കവും ശണ്ടയും എല്ലാം തീരും. സ്കൂളുണ്ട്, ആടിനെ വാങ്ങണം. എന്നാൽ എന്താ, അവരെ അടക്കി നിർത്താമല്ലോ.